ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനെന്ന് പറയാൻ പോകുന്നത് ഡൽഹിയിൽ സംഖ്യകൾ കാണിക്കുന്ന ഒരു നാരത്തരത്തെ കുറിച്ചാണ്. സാധാരണ ഉത്തരേന്ത്യയിൽ സംഖ്യകൾ കാണിക്കല് മുസ്ലിം പള്ളിന്റെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്നും പറഞ്ഞ് ആ മുസ്ലിം പള്ളി ഇല്ലാതാക്കാൻ നോക്കണമെന്നല്ല. പക്ഷെ ഇപ്രാവശ്യം എന്താ ചെയ്തെച്ചാല് RSSന്റെ ഓഫീസിന് വേണ്ടി അവരുടെ പാർക്കിങ്ങിന് വേണ്ടി കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി 1500 വർഷം പഴക്കമുള്ള ഒരു ഹിന്ദു ക്ഷേത്രം ഇല്ലാതാക്കാൻ നോക്കിയാണ് ചാണക സംഖ്യകൾ ഡൽഹിയിൽ ചെയ്തത്. അതും എവിടെ ചെയ്യുന്നത്? ഡൽഹിയിൽ. രാജ്യം ഭരിക്കുന്നതും BJP, ഡൽഹി ഭരിക്കുന്നതും BJP. കൊണ്ടുപോയതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്നൊരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുണ്ടല്ലോ, മാമ മാധ്യമങ്ങൾ, അവർ ഈ വാർത്തയൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവരൊക്കെ ഈ വാർത്ത അങ്ങ് മുക്കുകയും ചെയ്ത്. പക്ഷെ ഉത്തരേന്ത്യയിലെ കുറച്ച് മാധ്യമങ്ങളും പിന്നെ കുറച്ച് യൂട്യൂബുകാരും ഈ വാർത്ത നല്ലോണം കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിന്റെ ചെറിയൊരു വാർത്തയാദം കണ്ടിട്ട് വരാം. ഹിന്ദിയിലാണ്, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. सभी को जय श्री राम। ये हिंदू टेम्पल है आपका अपना झंडे वालान मंदिर में, और ये RSS की बिल्डिंग है जहाँ पर अपना झंडे वालान मंदिर में। ये मंदिर का इतिहास 1400 साल पुराना है। सन 1947 से हम यहाँ बैठे हैं और यहाँ पे मंदिर की सेवा कर रहे हैं। सभी श्रद्धालु सेवादारों को दिखाइए, सभी श्रद्धालु सेवादार यहाँ पे वेट कर रहे हैं कि किसी तरीके से RSS की कार्रवाई रुके। सिर्फ और सिर्फ RSS को पार्किंग चाहिए, सिर्फ पार्किंग के चक्कर में इस मंदिर को तोड़ा जाता है। क्या सही है? 1400 साल पुराना मंदिर सिर्फ पार्किंग के लिए तोड़ा जा रहा है। श्री राम मंदिर बना था अयोध्या में, पूरे हिंदुस्तान ने देखा था। मोदी जी की, योगी जी की फोटो हर जगह आई थी, और आज मंदिर टूट रहा है। कहाँ है इनकी फोटो? कृपया करके इस वीडियो को फैलाइए, और ताकि ये वीडियो मोदी जी तक और योगी जी तक जरूर पहुंचे। 1400 വർഷം പഴക്കമുള്ള അമ്പലം RSSകാർക്ക് പാർക്കിങ്ങിന് വേണ്ടി പൊളിക്കണമെങ്കിൽ RSSകാരുടെ നിലവാരങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് സംഖ്യയുടെ ഭക്തിയും ഹിന്ദുക്കളുടെ സ്നേഹവും ഏകദേശം മനസ്സിലായി കാണുമല്ല. സാധാരണ വികസനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് അമ്പലങ്ങളും പള്ളികളും പൊളിച്ചു നീക്കാറുള്ളത്. അത് വേറെ ഒരു വഴിയില്ലെങ്കിലാണ് പൊളിച്ചു നീക്കുള്ളൂ. ഇതുണ്ടല്ല, RSSന് വേണ്ടി കാർ പാർക്കിങ്ങിന് വേണ്ടി ഒരു അമ്പലം പൊളിച്ചു നീക്കുക വെച്ചാൽ എത്രമാത്രം ദയനീയമാണ് ചാണക സംഖ്യകളെ നിങ്ങളുടെ അവസ്ഥ. അപ്പൊ കുറച്ച് ആൾക്കാർ വിചാരിക്കും അമ്പലം പൊളിക്കാൻ വേണ്ടി സംഖ്യക്ക് എങ്ങനെ ഇത്രമാത്രം ധൈര്യം വന്നതെന്ന്. അതിലാണ് സംഖ്യയുടെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ചത്. ആ അമ്പലത്തിന്റെ പേരുണ്ടല്ല, ആ കവാടത്തിന്റെ മുകളിൽ ദർഗ എന്നും കൂടി ഈ ചാണക സംഖ്യകൾ കൂടിച്ചേർത്ത്. ദർഗയാകുമ്പോ മുസ്ലിങ്ങളതാണല്ലോ, അങ്ങനെ ദർഗ എന്ന് പറഞ്ഞിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ ആരും അനങ്ങൂലാന്നാണ് സംഖ്യകൾ വിചാരിച്ചത്. ഞാനിത് കള്ളം പറയുന്നല്ലട്ടാ, അതിന്റെ വാർത്തയും കൂടി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ആ വാർത്തയും കാണാം. അതുകൂടാതെ ആ അമ്പലത്തിന്റെ മുന്നിൽ യഥാർത്ഥ ഹിന്ദുക്കൾ, സംഖ്യകളല്ലട്ടാ, യഥാർത്ഥ ഹിന്ദുക്കൾ പ്രതിഷേധിക്കുന്ന ആ വീഡിയോ കൂടി കണ്ടിട്ട് വരാം. വാ. कोई बात नहीं, कोई बात नहीं, हमारे गुरु महाराज जी का मंदिर है, कोई बात नहीं। बहुत बड़ी पत्थर मच चुकी है यहाँ पर। आप देखिए श्रद्धालुओं को हटाने की कोशिश की जा रही है। आप बैरिकेडिंग छोड़ी जा रही है। इसके साथ अगर ऐसे कुछ भी नाजायज होता है, हम यहाँ से जाने वाले नहीं है। राम राम हरे हरे, हरे राम हरे राम, राम राम हरे हरे। हमारी मोदी जी से रिक्वेस्ट है कि हिंदू धर्म को बचाएं। ये तो हिंदू धर्म को उखाड़ रहे हैं, हिंदू कहाँ जाएंगे? कारण क्या है? सिर्फ और सिर्फ RSS को पार्किंग चाहिए। हम उसके लिए चाहे जान भी देनी पड़े, हम हाजिर हैं। क्यों तोड़ने की इसको कोशिश की जा रही है? हमारे घर थे, हमने अपनी मर्जी से बाबा जी को दिए हैं। मोदी जी आप इसको रोकिए और ये तोड़ फोड़ बंद करवा दीजिए आज से। अचानक से कार्रवाई हो रही है, क्या कहना चाहिए? अन्याय अन्याय हो रहा है जी। तोड़ना ही है तो ये झंडे वाला मंदिर क्यों नहीं तोड़ रहे हैं? सरकार को अपनी जगह चाहिए ना एक्वायर करने के लिए। 150 साल से पहले पुराना मंदिर है ये। मंदिर को दरगाह का नाम देके पब्लिक का माइंड डिवर्ट कर रहे हैं। आप ये बताइए, इतनी जगह आपने इंटरव्यू लिया, कभी आपने ये देखा है कि दरगाह के आगे कभी मंदिर लिखा हो किसी दरगाह में? ആ ലാസ്റ്റ് പറഞ്ഞ ചങ്ങായി പറഞ്ഞിട്ടില്ലേ, അമ്പലത്തിന്റെ കൂടെ ദർഗ എന്ന പേരും പറഞ്ഞിട്ട് ദർഗ പൊളിക്കുന്നെന്നും പറഞ്ഞാണ് സംഘികൾ ഈ പരിപാടി നടത്തുന്നതെന്ന്. എന്നാലും 1500 വർഷം പഴക്കമുള്ള അമ്പലം ദർഗയാണെന്നും മറ്റും പൊളിക്കാൻ നോക്കണമെങ്കിൽ ചാണക സംഖ്യകളുടെ ബുദ്ധി ആലോചിച്ചോക്കട്ടെ. അവിടെയുള്ള ഹിന്ദുക്കൾ അത്രമാത്രം പൊട്ടന്മാരാണെന്ന് കരുതിയോ സംഖ്യകളെ? നിങ്ങളെ ചാണക സംഖ്യകളെ പോലെ തലയിൽ വിവരമില്ലാത്തതാണ് ഹിന്ദുക്കൾ നിങ്ങൾ കരുതി പോയാ? നിങ്ങളൊന്ന് ആലോചിച്ചേട്ടെ, ഇത്രയും വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും അവിടെ ഉണ്ടായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും? കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് അതിന് പറ്റിയ വാർത്തകളായിരിക്കണല്ലോ. അവർക്ക് അതിന്റേതായ അജണ്ടകൾ ഉണ്ടല്ലോ. ഒന്നാമത് ഇലക്ഷനെ എങ്ങനെയെങ്കിലും BJPനെ അവർക്ക് വിജയിപ്പിക്കണം. അതുകൊണ്ട് അത്തരം വാർത്തകൾ മാത്രമേ BJPക്ക് കോട്ടം തട്ടുന്ന ഒരു വാർത്തയും കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ കൊടുക്കില്ല, നമുക്കറിയാം. പിന്നെ വേറൊരു വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സംഖ്യകൾ വെച്ച വെടി സംഖ്യകളെ ഇന്ത്യക്ക് തന്നെ കൊള്ളുന്ന വേറൊരു വാർത്തയും കൂടി. ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ പാകിസ്ഥാന് വേണ്ടി ചോർത്തിയ ഒരു സംഖ്യയെ രാജസ്ഥാനിൽ നിന്നും പിടികൂടി. ആ വാർത്ത കൂടി നമുക്ക് കേട്ടി വരാം. പേര് ലേശം വ്യത്യാസമുള്ളതുകൊണ്ട് വാർത്തക്ക് അത്ര ചൂടുണ്ടാവില്ല കേട്ടാ. എന്നാൽ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വാ. സൈന്യത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന്
പഞ്ചാബ് സ്വദേശി അറസ്റ്റിലായി. ഫിറോസ്പൂർ സ്വദേശി പ്രകാശ് സിംഗിനെയാണ് രാജസ്ഥാൻ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തത്. വിനിത വിജി വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. വിനിത, ഇയാൾ എന്തൊക്കെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു എന്നാണ് ഇന്റലിജൻസിന്റെ സംശയം? സൈന്യത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഈ പഞ്ചാബ് സ്വദേശി ഫിറോസ്പൂർ സ്വദേശിയാണ് ഇയാൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പഞ്ചാബ് സ്വദേശിയെ രാജസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പഞ്ചാബ് ഫിറോസ്പൂർ സ്വദേശിയായ പ്രകാശ് സിംഗ് ആണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ പ്രകാശ് സിംഗ് സോഷ്യൽ മീഡിയ വഴി ഭീകര സംഘടനയായ IS-മായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നും ഈ അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഏതാനും ദിവസങ്ങളായി ഇയാളെ ഈ ഇന്റലിജൻസ് വിഭാഗം ട്രാക്ക് ചെയ്ത് വരികയായിരുന്നു. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളെ രാജസ്ഥാൻ IB പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത്. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ സൈന്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇയാൾ ഒരു പാകിസ്ഥാൻ ഹാൻഡ്ലർക്ക് അയച്ചു കൊടുത്തുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ പേര് മുഹമ്മദ് എന്നും കോയൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രീകണ്ഠൻ നായർക്ക് ഒരു ഉഷാറില്ല. ആ വാർത്ത പറയുന്ന പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിക്ക് അത്ര ഒരു ഉഷാറില്ല. പ്രതിയുടെ പേര് പ്രകാശ് സിംഗ് എന്നാണെങ്കിലും പ്രതിയുടെ സ്ഥലത്തിന്റെ പേരെന്താ അറിയാം? ഫിറോസ്പൂർ എന്നാണ്. ഇനി സംഘങ്ങൾ വേണമെങ്കിൽ നാളെ വേറൊരു വാർത്തയായിട്ട് വരും. പ്രകാശ്പൂരിൽ നിന്ന് ഫിറോസ് എന്നുള്ള ആളെ പിടിച്ചെന്നും പറ്റി അങ്ങനെയും സംഖ്യകൾ വരൂ. ഈ വാർത്ത അങ്ങനെ വളച്ചു കൊടുക്കാനും സംഖ്യക്ക് നാണവുമാനും ഇല്ല. എന്നാലും സംഖ്യകളെ, നിങ്ങളല്ലാണ്ട് വേറെ ആരെ കൊണ്ട് പറ്റും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്? നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാന് വേണ്ടി ചോർത്താൻ വേണ്ടി നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റൂല എന്ന്. പിന്നെ ഇന്ന് കേരളത്തിന് സംഖ്യക്ക് കിട്ടിയ വേറൊരു എട്ടിന്റെ പണിയുണ്ട്. ആ എട്ടിന്റെ പണിയും കൂടി നമുക്ക് കണ്ടിട്ട് വരാം. സംഭവം എന്താ വെച്ചാല്, അമ്പലത്തിന്റെ പേരിൽ, അമ്പലത്തിന്റെ ദൈവത്തിന്റെ ഫോട്ടോത്തിന്റെ പേരിൽ മദ്യക്കുപ്പി വെച്ച് മദ്യക്കച്ചവടം നടന്ന ഒരു സംഖ്യനെ പിടികൂടി. ആ വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വന്നല്ലോ. മനോഹരമായ കാഴ്ചയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പൂജാമുറിയാണോ? ഇത് ക്ഷേത്രമാണോ? അത് ക്ഷേത്രമാണ്. ആൾക്കാരൊക്കെ തൊഴാറുണ്ടോ? നിങ്ങളാണ് ഇവിടുത്തെ പോറ്റിയല്ലേ അല്ലേ? അപ്പം അതൊക്കെ എന്താണ്? എന്ത് സാധനം? കാണിച്ചു കുപ്പി കാണിച്ചു. ആ എല്ലാം ഇങ്ങോട്ട് വെച്ച് എല്ലാം എടുക്കേ. അതിന്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ കൊണ്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ? ആ, ഉള്ളിലോട്ട് എല്ലാം വ്യക്തമായിട്ട് കാണണം നമുക്ക്. ആ തടി താഴെ ഇട്ടോ, തടി താഴെ ഇട്ടോ. ആ വലിയ പലവര അടിയിരിക്കുന്ന അതും എടുത്തോ. അതല്ല ആ പലവരോടെ എടുത്തോ. ആ പലവരോടെ എടുത്തു. അതിനടിയില്ലേ ഇനിയുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആരാധനയും മദ്യ കച്ചവടം കൂടെ ഒരുമിച്ച് നടന്നത്. ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടില്ലേ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആരാധനയും മദ്യക്കച്ചവടവും ഒരുമിച്ച് നടന്ന ഒരു സംഖ്യനെ പിടിക്കുന്നതെന്ന്. നിങ്ങളല്ലാതെ വേറെ ആര് സംഖ്യകളെ ഇമ്മാരി ഉള്ളത്തരം കാണിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ളത്? ആ കുപ്പിയെടുത്ത് തീർന്നില്ലാട്ടാ. 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ് നേരം ആ കുപ്പി അവിടെ നിന്ന് അയാൾ പൊറുക്കിയിടുന്നുണ്ട്. അവസാനം ആ സംഖ്യയുടെ നടുവുണ്ടല്ല, നടുവേദനിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സംഖ്യകള് ഹിന്ദുവിന്റെ പേരും പറഞ്ഞ് നമ്മളെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത്. രാജ്യസ്നേഹം എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാന് വേണ്ടി ഒറ്റ കൊടുക്കും. അമ്പലം പണിയണം എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് RSSന്റെ ഓഫീസിനും RSSന്റെ കാർ പാർക്കിങ്ങിനും വേണ്ടി അമ്പലം വരെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ചാണക സംഖ്യകൾ ശ്രമിക്കും. അതും പോരാഞ്ഞിട്ട് അമ്പലത്തിന്റെയും പൂജന്റെയും മറവില് മദ്യക്കച്ചവടം വരെ ഈ സംഖ്യകൾ നടത്തും. എന്നിട്ട് കുറ്റം തെച്ചും ചെയ്യുന്നത് സംഖ്യകള്, പേര് മൊത്തം മുസ്ലിമിന്. എന്നിട്ട് ഹിന്ദുക്കളെ പറ്റിക്കുകയും ചെയ്യും. ഇതിലും വൃത്തിയായിട്ട് ഇനി സംഖ്യകളെ കൊണ്ട് എനക്ക് പറഞ്ഞുതരാൻ കഴിയില്ല കേട്ടാ. ഇതാണ് സംഖ്യകള്. ഇതാണ് ഇന്ത്യയിലെ സംഖ്യയുടെ യഥാർത്ഥ മുഖം. അപ്പൊ ഏകദേശം എല്ലാവർക്കും ഏറെക്കുറെ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.